എല്ലാവർക്കും leadsback.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പുതിയൊരു മെനു ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഈ മെനു ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഒരു അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, പിന്നെ അതിൻ്റെ ഹോവർ ചെയ്യുമ്പോഴുള്ള കളറ്, അതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെനുവിൻ്റെ കളറ്. ഇപ്പോൾ സർവീസ് എന്നുള്ള പേജിലേക്ക് ഞാൻ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് മെനു കളറ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന മെനു എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള മെനു. നമ്മുടെ പ്രൈമറി മെനു നോക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആദ്യം നമ്മൾ പുതിയൊരു മെനു ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹോം പേജിൽ ചെന്നിട്ട് ഇവിടെ മെയിലിൽ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മെനു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ മെനൂസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓൾറെഡി കിടക്കുന്ന മെനുവാണ് ടോപ്പ് മെനു എന്ന് പറഞ്ഞൊരു മെനുവാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ മെനു എന്നുള്ള ഓപ്ഷനിൽ നിൽക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ മെനുവിനൊരു നെയിം കൊടുക്കുകയാണ്, മെയിൻ മെനു. ഓക്കെ, ഇനി അടിയിലേക്ക് ഇത് ഞാൻ പ്രൈമറി മെനു ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ആഡ് ഐറ്റംസ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പേജസ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയുള്ള പേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി മെനുവിൽ ഏതൊക്കെ പേജസ് ആണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ 4 ആഡ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ 4 ഇവിടെ ഈ പ്ലസിൻ്റെ സൈൻ നോക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ 4 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ മെനുവിലേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സർവീസ് ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് മെനൂസ് കാണാറില്ലേ. അപ്പോൾ അങ്ങനെ വരാനായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ മെനു പബ്ലിഷ് ചെയ്യാണ്. പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ മെനു അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സർവീസിൻ്റെ അടിയിൽ കോണ്ടാക്ട്സ് ഞാൻ സർവീസിൻ്റെ അടിയിൽ കുറച്ച് റൈറ്റിലേക്ക് നീക്കി ഇടുകയാണ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് കോണ്ടാക്റ്റ് കുറച്ച് നീങ്ങിയല്ല കിടക്കണം. എന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. റീഫ്രഷ്, കണ്ടോ അവിടെ കോണ്ടാക്ട്സ് എന്നുള്ള പോയി. അതേസമയം സർവീസിൻ്റെ അവിടെ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ കണ്ടോ കോണ്ടാക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു മെനുവിൻ്റെ അണ്ടറിൽ തന്നെ ഒരു പേജിൻ്റെ നെയിമിൻ്റെ അടിയിൽ തന്നെ വേറെ കുറച്ച് സബ് മെനൂസ് വന്നെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റിലേക്ക് ഒരു തിരി നീക്കിയിട്ടാൽ അത് ഇപ്പോൾ സബ് മെനു ആയിട്ട് വരും. ഇപ്പോൾ ആ എബൌട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എബൌട്ടും ആ സർവീസിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടി കാണിച്ചു തന്നുള്ളൂ. ഞാനിത് നേരത്തെ കിടന്നപോലെ തന്നെ ആക്കിയാണ്. ഒന്ന് റീഫ്രഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ മെനു ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം, അതുപോലെ തന്നെ ഹോവർ ചെയ്യുമ്പോഴുള്ള കളർ മാറ്റാം. പിന്നെന്താ അതുപോലെ അനിമേഷൻ, ഇതിന് ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അനിമേഷൻ വേണമെങ്കിൽ അത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ചെല്ലാം. എന്നിട്ട് ഈ മേളിൽ ഈ ഹെഡർ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്യുമ്പോൾ കണ്ടോ ഇനി പെന്നിൻ്റെ സിമ്പിൾ തന്നെ അതിൽ ഈ നമ്മുടെ മെനു ഐറ്റത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ പെന്നിൻ്റെ ഒരു സിമ്പിൾ വരെ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജനറൽ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതിൻ്റെ അപ്പുറം തന്നെ ഡിസൈൻ എന്നുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഡിസൈൻ എടുക്കുക, കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഡിസൈൻ എടുക്കാം. എന്നിട്ട് അടിയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ മെനു കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മെനുവിൻ്റെ കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇപ്പോൾ റെഡ് ആയില്ലേ. അതുപോലെ എനിക്കൊരു ഡാർക്ക് കളറാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക ഈ ഒരു കളർ എടുത്തു.
ഇതിപ്പോൾ പ്രൈമറി കളറാണ്. ഇനി ഇതിനെ ഹോവർ ചെയ്യുമ്പോഴുള്ള കളർ നോക്കാം. കണ്ടോ, ഹോവർ ചെയ്യുമ്പോഴുള്ള കളറിനാണ് ഇത്. അത് ഞാനൊരു ബ്ലൂ ആക്കി കൊടുക്കണം. ഓക്കെ, ഹോവർ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ വന്നില്ലേ. ഇനി ആക്റ്റീവ് മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോം പേജാണ് സെലക്ട് ചെയ്തേക്കണമെങ്കിൽ അതാണ് നമ്മുടെ ആക്റ്റീവ് മെനു. അപ്പോൾ അങ്ങനെയുള്ള മെനുവിന് ഏത് കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്ലൂ തന്നെ കൊടുക്കണം. ഈ ബ്ലൂ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് അവിടെ ആക്റ്റീവ് മെനുവിൽ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ബ്ലൂ അവിടെ ഹോമിൻ്റെ ആക്റ്റീവ് മെനു റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് മെനുവിൻ്റെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. ആക്റ്റീവ് മെനു ബ്ലൂ ആയി, അല്ലാത്തതെല്ലാം ബ്ലാക്കും. പിന്നെ ഹോവർ ചെയ്യുമ്പോൾ ആ ബ്ലൂ കളർ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് മെനു ഫോണ്ട് എന്നുള്ള ഓപ്ഷനില്ലേ, നേരത്തെ മെനു കളറിൻ്റെ തൊട്ടടിയിൽ തന്നെ മെനു ഫോണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫാമിലിയുടെ അവിടെ ഇൻഹെറിറ്റ് എന്നായിരിക്കും കിടക്കുന്നത്, അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു ഫോണ്ട് നോക്കുകയാണ്. ഓക്കെ, ഇത് വേണ്ട, അലാറ്റ എന്ന് പറഞ്ഞൊരു ഫോണ്ട്. ഓക്കെ, ഇതെനിക്ക് ഇത്തിരി ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അലാറ്റ എന്നുള്ള ഫോണ്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളും കൂട്ടണമെങ്കിൽ നമുക്കിവിടെ കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു 10 or 15 ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 ആക്കി കൊടുത്തു. അതുപോലെ തന്നെ വെയിറ്റും ഇവിടെ കൊടുക്കാം. കണ്ടോ, നോർമൽ 400 ആണ്. നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കണത് തന്നെയാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ കൊടുക്കാൻ പറ്റണില്ല വെയിറ്റ്. അത് നമുക്കിനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റം CSS വഴി കൊടുക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ ചെയ്യുന്നതാണ്. ഇനി ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റലൈസ് ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റലൈസിലാണ് കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലായിട്ട് വരും. നമുക്ക് അപ്പർ കേസ് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആവും. നമുക്ക് ഇത് തന്നെ മതി, ക്യാപിറ്റലൈസ് തന്നെ മതി. അതുകൊണ്ട് ഞാൻ ക്യാപിറ്റലൈസ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മെനു സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പബ്ലിഷ് ആയിട്ടാണ്. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ നേരത്തെ ആദ്യം ഞാൻ വീഡിയോന് തുടക്കം തന്നെ കാണിച്ച ആ മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.